എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് നോക്കാം. ക്രിയേറ്ററാണ്, celebration, participation, sorrow, innocence, courage, sharing വന്നിട്ടുണ്ട്. The waiting game, struggles and challenges. Nine of Swords, Moon card, Nine of Cups, Judgment, Two Swords, Eight of Cups ആണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് കാണുന്ന കുറച്ച് ആൾക്കാർ ഒരു വിഷമമുണ്ട് എന്ന് കാണുന്നുണ്ട്. കാരണം സോറോയും മൂൺ കാർഡും വന്നിട്ടുണ്ട്. അകാരണമായ വിഷമമാണ്, നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷമമാണ്. എന്തുകൊണ്ടാണ് വിഷമം വന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് പാസ്റ്റിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നലെ രാത്രിയെ നിങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കാം. ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം. കടന്നുപോയ നിങ്ങളെ വേദനിപ്പിച്ച എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായി തിരിച്ചു വന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും അത് നിങ്ങൾക്ക് അപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയ സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം പെയിൻ ഉണ്ടായോ അത്രമാത്രം പെയിന് ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് എസ്കേപ്പ് ആകാൻ പറ്റില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതൊന്ന് പുറത്ത് കടക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല. അത്രയധികം ടെൻഷനും വിഷമമാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട കേട്ടാ, എന്തിനാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ മനസ്സ് നമ്മളെ കളിപ്പിക്കുന്നതാണ്. അങ്ങനെ സുഖമായിട്ടിരിക്കേണ്ടെന്ന് മനസ്സ് ചിന്തിക്കും. അപ്പോൾ എന്നാൽ പാസ്റ്റിൽ ആ കുറച്ച് ഓർമ്മകൾ കൊണ്ടുതരും. ആ ഓർമ്മകൾ വെച്ച് എന്നാൽ വേദനിച്ചോ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളതൊന്ന് തോറ്റു പോകുമ്പോൾ നമ്മൾ വേദനിക്കും. അപ്പോൾ അതൊരു മൈൻഡ് ഗെയിമാണ്. അത് അങ്ങനെ തന്നെ വിചാരിക്കുക. മനസ്സിനെ അങ്ങനെ ജയിക്കാൻ വിട്ടുകൊടുക്കരുത്. അപ്പോൾ അതിനാണ് നമ്മൾ മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ വേണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മനസ്സിനെ ഒന്ന് കൺട്രോളിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ദൈവവിശ്വാസത്തിലേക്ക് വരണം. കൂടുതൽ നിങ്ങളൊരു ദൈവവിശ്വാസത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ക്രിയേറ്ററാണ്. അപ്പോൾ ആ ഒരു ശക്തിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം കൂടിയിട്ടുണ്ടായിരിക്കാം. പിന്നെ സെലിബ്രേഷനും പാർട്ടിസിപ്പേഷനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷമമൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവോ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവോ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തു പോയി കറങ്ങാൻ പോവോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം അത് നിങ്ങളുടെ ഈ ഒരു വിഷമത്തിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്നസെൻസ് ആണ്. അപ്പോൾ വളരെ ശരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാനുള്ളൊരു എഫേർട്ട് നിങ്ങളിടും ഇന്നേ ദിവസം. നിങ്ങൾക്ക് ഈ ഒരു മനസ്സിൻ്റെ ആ കളിയിൽ നിന്നും പുറത്തു വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിച്ച്, ചെറിയ കാര്യങ്ങളൊക്കെ, പുതിയ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളല്ലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ തൊട്ടാവാടിയായിരുന്നാൽ പറ്റൂല. പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാലും പറ്റൂല. എനിക്ക് ധൈര്യം വേണം എന്ന് മനസ്സിലാക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല എന്നുള്ളതാണ്. വെയിറ്റിങ്ങിലാണ്, പക്ഷേ അത് അത്രയും ഇത് നിങ്ങളിലേക്ക് വരുന്നില്ല. നിങ്ങൾ ഇപ്പം നടക്കും അല്ലെങ്കിൽ നാളെ നടക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം. പക്ഷേ അത് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഇന്ന് നടക്കുമെന്ന് ചിലപ്പോൾ പറയുമായിരിക്കാം, പക്ഷേ ആ സമയമാകുമ്പം പിന്നെ അത് മാറിപ്പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് നിങ്ങൾ. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമാണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. അതോറിറ്റിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ, നമ്മൾ നമ്മളുടെ കാര്യം നോക്കാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും മെറ്റീരിയൽ ഹാർവസ്റ്റിംഗ് ക്രൗൺ ചക്രയും വന്നിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ക്രൗൺ ചക്രയാണ്. അപ്പോൾ നിങ്ങളുടെ സഹസ്രാര ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഈ യൂണിവേഴ്സിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ സഹസ്രാരം വഴിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സഹസ്രാര ചക്ര നമ്മളെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ നെറ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗുരുവിനെ തേടിയായിരിക്കാം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് നിഗൂഢതകൾ അറിയണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ മെറ്റീരിയൽ ലൈഫിനേക്കാളും ഇപ്പം നിങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു, എൻ്റെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളിലാണ് നിങ്ങളെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള ഈ ഒരു കാര്യത്തിലുപരി നിങ്ങൾ അതിലപ്പുറം വേറെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇന്നേ ദിവസം പോലും എന്തെങ്കിലും കാര്യം ഒരു ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ മറികടക്കൂട്ട. ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരും, നിങ്ങൾക്ക് അതിൽ കുറച്ചൊരു അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകും. അപ്പോൾ അത് മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നും. മാൻ ഓഫ് കപ്സ് ആണ്, സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ്. ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കടന്നുപോയ ആ വഴികൾ, നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് വന്ന ആ സംഭവങ്ങളൊക്കെ അത് മാറിപ്പോകുമ്പോൾ അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ മാറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്നുള്ളതാണ്. കോൺഫിഡൻസ് കൂടും, അതാണ്. ടു ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഇത് എന്താണ് സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എപ്പോഴും ചലഞ്ചസ് ആണ്, എപ്പോഴും ഒബ്സ്റ്റക്കിൾസ് ആണ്, മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ ഈ കയ്യിലെത്തി എന്ന് പറയുന്ന കാര്യം അത് ഇപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നുമല്ല, നമുക്ക് സ്പിരിച്വലി നമ്മൾ എന്തായിരുന്നു അല്ലെങ്കിൽ എന്താകാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. സ്പിരിച്വൽ പാത്തിലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പഠിക്കാനും അത് അറിയാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കട്ടെ, ഒരു 2 കാർഡ് കൂടി എടുത്ത് നോക്കാം. 2 കാർഡ് വന്നിട്ട് പേജ് ഓഫ് സോഴ്സും 7 ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു ധൈര്യം ഉണ്ടാക്കുന്നുണ്ട്, ഇനി എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും ഞാനിതിനെ മറികടക്കും. അപ്പോൾ അത് കറേജും വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും കറേജ് നേരത്തെ വന്നത്. എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും മറികടക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മൂൺ കാർഡ് വന്ന് വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ധൈര്യം വന്ന് നിങ്ങളതൊന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ ആ തടസ്സങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും എന്നാണ് കാണുന്നത്. തടസ്സങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ മാറ്റാനും നിങ്ങൾക്ക് പറ്റും എന്ന് കാണുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.